Razi Visions, the guide of madrasa students. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ പരീക്ഷ എളുപ്പമാവാനും ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ആൻസറുകൾ എങ്ങനെ എഴുതാം എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത്. വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ അകമൊഴിഞ്ഞ സപ്പോർട്ട് കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. നിങ്ങളുടെ പഠനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വലിയൊരു സഹായകമാവും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഒക്കെ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ 6ാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ നമുക്ക് കാണാം കൻആൻ, അലി റളിയല്ലാഹു അൻഹു, ഹൻതമ, സജാഹ്, അസ്മാ റളിയല്ലാഹു അൻഹ, അഞ്ചാണ്, ഇമാമുൽ ഹുദ, ബസ്റ. ഇവ താഴെ ഉള്ള ഓരോ ചോദ്യത്തിൻ്റെയും ആൻസറുകളാണ്. അനുയോജ്യമായ ഉത്തരമെടുത്ത് ഓരോന്നിൻ്റെയും നേരെ എഴുതുക. 1. ഉലുൽ അസ്മുകൾ ഡാഷ്. ആൻസർ 5 ഉലുൽ അസ്മുകൾ 5 2. ഇസ്രായേൽ വംശത്തിൻ്റെ നാട് ഡാഷ്. ആൻസർ കൻആൻ. ഇസ്രായേൽ വംശത്തിൻ്റെ നാട് കൻആനാണ്. 3. 4 വർഷവും 9 മാസവും ഭരണം നടത്തി. ആൻസർ അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു 4 വർഷവും 9 മാസവും ഭരണം നടത്തി. 4. സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ. ആൻസർ അസ്മാ ബിവി റളിയല്ലാഹു അൻഹയാണ്. 5. കള്ളപ്രവാചകൻ. കള്ളപ്രവാചകൻ എന്നാണ് പറയാണ്ട് വാദിച്ച് നടന്നിരുന്നില്ലേ, അവർ സജാഹ്. 6. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ്. ആൻസർ ഹൻതമ. ഹൻതമ എന്നവരായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ്. 7. ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹുയുടെ ജനനം. ബസറയിലാണ് അദ്ദേഹം ജനിച്ചത്. 8. ഇമാം അബു മൻസൂർ അൽ മാതുരിദി റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്ന പേര്. ആൻസർ ഇമാമുൽ ഹുദ. ഇമാമുൽ ഹുദ എന്നായിരുന്നു ഇമാം അബു മൻസൂർ അൽ മാതുരിദി റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്ന പേര്. 2ാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ജന്മസ്ഥലം. ആൻസർ ഫലസ്തീനിലെ ഗസ. ഫലസ്തീനിലെ ഗസ എന്നുള്ള സ്ഥലത്താണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ചത്. 2. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ് ഡാഷ്. ആൻസർ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ്. 3. ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ജനിച്ച ഹിജ്റ വർഷം. ആൻസർ ഹിജ്റ 93. ഹിജ്റ 93 ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ജനിച്ചത്. 4. ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹുയുടെ സാക്ഷാൽ നാമം. ആൻസർ നുഅ്മാൻ. നുഅ്മാൻ എന്നായിരുന്നു ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹുയുടെ സാക്ഷാൽ നാമം. 5. ബനു ഹാഷിമിലെ 1ാം ഖലീഫ. ആൻസർ അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു ബനു ഹാഷിമിലെ 1ാമത്തെ ഖലീഫ. 3ാമത്തെ ആക്ടിവിറ്റി 2 വീതം എഴുതാം. അപ്പോൾ ഈ പറയുന്ന ചോദ്യങ്ങളുടെ ആൻസറുകൾ കുറേ ഉണ്ടാവും. അതിന് 2 എടുത്തിട്ട് എഴുതിയാൽ മതി. 1. താബിഈ ഉലമാക്കളിൽ പ്രധാനികൾ. ആൻസർ സലമത്ത് ബിൻ കുഹൈൽ, ആമിർ ശഅബി, ഹമ്മാദ് ബിൻ അബി സുലൈമാൻ, നാഫിഅ്, ഇക്രിമ, അതാ, ഖതാദ, സുഹരി, യഹ്യ ബിൻ സഈദ്, അബു ഇസ്ഹാഖ്. ഇവയിൽ നിന്ന് 2 മാത്രം എഴുതിയാൽ മതി. ഇവിടെ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. 2. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ പരിഷ്കാരങ്ങളിൽ നിന്ന് 2 എഴുതുക. ആൻസർ നാവികസേന രൂപീകരിച്ചു.
പോലീസ് സേന രൂപീകരിച്ചു. മുഅദ്ദിനുകൾക്ക് വേതനം. ഖുർആൻ പല കോപ്പികളായി രൂപീകരിച്ചു. ജുമയിലെ ഒന്നാമത്തെ ബാങ്ക്. ഇവയെല്ലാം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണപരിഷ്കാരങ്ങളാണ്. ഇതിൽ നിന്ന് 2 മാത്രം എഴുതിയാൽ മതി. 3. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഇസ്ലാമിൻ്റെ കീഴിൽ വന്ന പ്രദേശങ്ങൾ. ആൻസർ: ഷാം നാടുകൾ, ഈജിപ്ത്, ഫലസ്തീന്, ഖാദിസിയ, നഹാവന്ത്, ഇസ്ബിഹാൻ, പേർഷ്യ, അന്താക്കിയ, ദിമഷ്ക്. ഇവയൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഇസ്ലാമിൻ്റെ കീഴിൽ വന്ന പ്രദേശങ്ങളാണ്. 4. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ വെച്ച് വിവാഹം ചെയ്തവർ. ഖുത്തൈറത്ത് ബിൻതി അബ്ദുൽ ഉസ്സ, ഉമ്മു റുമാൻ ബിൻതു ആമിർ. 4ാമത്തെ ആക്ടിവിറ്റി. ഉത്തരം എഴുതാം. 1. ഇമാം മാതുരിദി റളിയല്ലാഹു അൻഹു വഫാത്തായ ഹിജറ വർഷം ഏത്? ആൻസർ: ഹിജറ 333. 2. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ നിസ്കാരത്തിൽ എത്ര പേര് പങ്കെടുത്തു? ആൻസർ: ഉദ്ദേശം 8 ലക്ഷം പേര് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ നിസ്കാരത്തിൽ പങ്കെടുത്തു. 3. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ 4 മക്കൾ ആരെല്ലാം? ആൻസർ: മുഹമ്മദ്, ഹസൻ, ഫാത്തിമ, സൈനബ്. ഇവരായിരുന്നു ഷാഫിഈ ഇമാമിൻ്റെ 4 മക്കൾ. 4. ഇമാം അബൂ ഹനീഫൽ കുഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ എവിടെയാണ്? ആൻസർ: ബഗ്ദാദിലെ മഖബറത്തുൽ ഖൈസറാനിലാണ് ഇമാം അബൂ ഹനീഫ അൽ കുഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിടം. 5. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം എന്നായിരുന്നു? ഗോത്രം ഏതാണ്? ക്രിസ്താബ്ദം 584 ഖുറൈശിയിലെ ബനു അദിയ ഗോത്രത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം. 5ാമത്തെ ആക്ടിവിറ്റി. ഭരണകാലം എഴുതാം. 1. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം 2 വർഷവും 3 മാസവുമാണ് മഹാനായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയത്. 2. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം 12 വർഷമാണ് മഹാനായിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയത്. 3. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം 10 വർഷവും 6 മാസവും 4 ദിവസവും. ഇത്രയും 10 വർഷവും 6 മാസവും 4 ദിവസവുമാണ് മഹാനായിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം. 6ാമത്തെ ആക്ടിവിറ്റി. പൂരിപ്പിക്കാം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഡാഷ് ഗോത്രത്തിലെ ഡാഷ് മകൻ മുഹമ്മദ് എന്നവരുടെയും മകനായി ഹിജറ ഡാഷിൽ ബഗ്ദാദിലായിരുന്നു ജനനം. അപ്പോൾ കൂട്ടി വായിക്കുകയാണെങ്കിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഷൈബാൻ ഗോത്രത്തിലെ ഹംബൽ മകൻ മുഹമ്മദ് എന്നവരുടെയും സഫിയ എന്നവരുടെയും മകനായി ഹിജറ 164 ബഗ്ദാദിലായിരുന്നു ജനനം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ പഠന വഴിയിൽ ഞങ്ങളെന്നും നിങ്ങൾക്കൊപ്പമുണ്ടാകും. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.